വയനാട്ടിൽ 18 വർഷം മുൻപ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തിയെന്ന പരാതിയിൽ ദുരൂഹതയുണ്ടോ? സംഭവത്തിൽ ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിനും ചില സംശയങ്ങൾ ബലപ്പെടുകയാണ്. വരയാൽ സ്വദേശിനി ബീനയാണ് തന്റെ സഹോദരി ഷൈനിയെ സഹോദരൻ കൊന്നു കുഴിച്ചുമൂടിയതായുള്ള ആരോപണവുമായി തലപ്പുഴ പോലീസിനെ സമീപിച്ചത്. പിന്നാലെ ഇവരുടെ വീട്ടുപരിസരത്ത് കുഴിയെടുത്ത് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ യാതൊരു തുമ്പും ലഭിക്കാതിരുന്നതോടെയാണ് പോലീസ് പരാതിയിൽ സംശയം ഉന്നയിക്കുന്നത്. തന്റെ സഹോദരിയായ ഷൈനിയെ സഹോദരൻ സ്വത്ത് കൈക്കലാക്കാൻ 2005 കൊലപ്പെടുത്തിയെന്നാണ് വരയാൽ 41 മൈൽ കുറ്റിലക്കാട്ടിൽ ബീനയുടെ ആരോപണം. വിദേശത്തായിരുന്ന ബീന അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് ഷൈനിയെ കാണാതായ വിവരം അറിയുന്നത്. ഹോം നേഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന ഷൈനിയുടെ കൈവശം ധാരാളം പണവും സ്വർണവും ഉണ്ടായിരുന്നു. അത് സ്വന്തമാക്കാനാണ് സഹോദരൻ ഷൈനിയെ കൊന്ന് വീടിനോട് ചേർന്ന് കുഴിച്ചുമൂടിയത് എന്നും ബീന ആരോപിക്കുന്നു. ഇവരുടെ പരാതിയിലാണ് തലപ്പുഴ പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ മാനന്തവാടി ഡിവൈഎസ്പി എൽ ഷൈജുവിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. 1.5 പതിറ്റാണ്ടായിട്ടും എന്തുകൊണ്ട് യുവതിയെ കാണാനില്ല എന്ന പരാതി പോലും കുടുംബത്തിലെ ഒരാളും നൽകിയില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വത്ത് വീതം വെപ്പുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നത് എന്നാണ് സൂചന. സഹോദരങ്ങളായ 8 പേരുണ്ടായിരുന്നിട്ടും ഒരാൾ പോലും ഇതുവരെ അന്വേഷിക്കാതിരുന്നത് ഷൈനി നാടുവിട്ടു പോയതിനാലാകാം എന്നാണ് പോലീസ് കരുതുന്നത്. ഷൈനിയുടെ ഒരു ഫോട്ടോ പോലും കുടുംബാംഗങ്ങളിൽ ആരുടെയും കൈവശമില്ല. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോഴും ഇടയ്ക്കിടെ മാത്രമാണ് ഇവർ സ്വന്തം വീട്ടിൽ താമസത്തിന് എത്തിയിരുന്നത്. ഷൈനി ഇങ്ങനെ ഊരുചുറ്റുമ്പോഴും ബന്ധുക്കളാരും അന്വേഷിച്ചിരുന്നില്ല. ഷൈനിയുടെ തിരോധാനമുണ്ടായി 18 വർഷങ്ങൾക്കിപ്പുറമാണ് പരാതി ലഭിച്ചത്. ഇതെല്ലാം പോലീസ് അന്വേഷണത്തെ കുഴയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തലപ്പുഴ പോലീസും റവന്യൂ അധികൃതരും വീടിന്റെ പരിസരത്ത് കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. 1.5 പതിറ്റാണ്ടിലേറെയായിട്ടും കാണാതായ ഷൈനി വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിലും ദുരൂഹതയുണ്ട്. എന്തായാലും അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം.